അമ്മയ്ക്ക് ഇന്ന് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ രാവിലെ തന്നെ അങ്ങ് പോയി. അവയും രാവിലെ പോയി. അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഫുൾ ഇന്ന് ഞാൻ തന്നെ ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിന്ന് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. ഫുഡെല്ലാം വെച്ചിട്ടാണ് അമ്മ പോയതെങ്കിൽ പോലും എനിക്ക് കുറച്ച് പാത്രം കഴുകാനും വീട് ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറേ അടുക്കി പെറുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ അധികം കാലമായി. അപ്പോൾ പിന്നെ അതുമൊക്കെ ഒന്ന് ചെയ്യാം. ഇന്നൊരു ഇച്ചിരി ആക്റ്റീവ് മോഡായിരുന്നു. ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിൽ സാധാരണ മടിച്ചാണെങ്കിലും ചില ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര പ്രോ വെർഷൻ ആക്റ്റീവ് മോഡായിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മോഡായതുകൊണ്ട് എല്ലാം ഞാൻ നേരത്തെ തന്നെ ഒതുക്കിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ താണ്ടടാ അച്ഛൻ ഒരു വലിയ കേരത്തലയും കുറച്ചധികം മീനുമായിട്ട് വന്നു. അച്ഛൻ തന്നെ ക്ലീൻ ചെയ്ത് കറി വെച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട ഭാവത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2 ദിവസമായിട്ട് ഷെഡിൽ എന്നെയും കാത്ത് കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു. ഇന്ന് കഴുകിയെടുത്ത് വിരിക്കണമെങ്കിൽ ഇതെടുത്ത് മാറ്റിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്താ ആക്റ്റീവ് മോഡങ്ങ് ഉണർന്നു. അങ്ങനെ ആ തുണിയെല്ലാം കൂടെ വാരി അടുക്കി കൂട്ടി ഞാനങ്ങ് റൂമിൽ കൊണ്ടുവന്നിട്ടിട്ട് മടക്കാനായിട്ടിരുന്നു. അതെല്ലാം മടക്കി എല്ലാവരുടെ റൂമിൽ കൊണ്ട് അടുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉച്ചയും മുക്കാൽ നേരമായി. പിന്നെ എനിക്കിനി കുളിച്ചേ പറ്റുള്ളൂ. അതികഠിനമായ മുടിവെച്ചിലെന്നും പറഞ്ഞിട്ട് കുറച്ചധികം ദിവസം മുമ്പ് അമ്മയെ കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ കാച്ചി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നാണ് എനിക്ക് തേക്കാൻ സമയം കിട്ടുന്നത്. 2 ആഴ്ച മേലെയായിട്ടുണ്ട് നമുക്ക് കാച്ചി വെച്ചിട്ട്. അങ്ങനെ തല നിറയെ എണ്ണ ഞാൻ വാരി തേച്ച് പറ്റിച്ചങ്ങ് വെച്ചു. ഒടുക്കത്തെ മുടിവെച്ചിലാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് മുഖത്തുള്ള അല്ലറ മിനുക്ക് പണിയൊക്കെ ചെയ്തെങ്കിലും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. എന്നാൽ പിന്നെ എണ്ണ കുറച്ച് നേരം അങ്ങ് പിടിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഫോണും കുത്തി പോയിരുന്നപ്പോഴത്തേക്കും താണ്ടടാ 2 കൂടെ അവിടെ കിടന്ന് ഭയങ്കര വടമലി എന്ന് വെച്ചാൽ മാരക വടമലി. കാപ്പറ്റിൻ്റെ ഒരു കഷ്ണം അച്ഛൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവർ കടിച്ചു കയറിയിട്ട് തന്നെ അച്ഛൻ മുറിച്ച് കളഞ്ഞത്. അതും പിടിച്ചുകൊണ്ട് ഗുസ്തിയായിരുന്നു. വടമലിയായിരുന്നു അവിടെ. കുറച്ച് നേരം അതുങ്ങളുടെ കൂടെ നിന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ അമ്മയും അഭിയും അങ്ങെത്തി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുന്ന ടൈമായി. ആ ടൈമിന് ഇവർക്ക് കുറച്ച് ക്യാരറ്റ് ഇപ്പോൾ കൊടുക്കാറുണ്ട്. ചിക്കൻ സ്റ്റോക്കിലിട്ട് വേവിച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് ഇത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ ആൾക്ക് തന്നെത്താൻ കഴിക്കാൻ അറിയാമെങ്കിലും റാണിക്ക് അതങ്ങ് കഴിക്കാൻ അറിയത്തില്ല. അവർക്ക് തന്നെ കടിച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കൊടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ അരിഞ്ഞു കൊടുത്തപ്പോൾ കാണിക്കുന്ന ഗുസ്തിയാണ്. ഇപ്പോൾ അവൾ 2 കാലിലേക്ക് ഇങ്ങനെ കുറേ സമയം നിൽക്കും കേട്ടോ. എൻ്റെ കൈയൊക്കെ ലോക്ക് ചെയ്ത് വെച്ച് ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സന്ധ്യ ആയപ്പോൾ എല്ലാവരും കൂടി അമ്പലത്തിൽ ഉത്സവത്തിന് കുറച്ചു നേരം അമ്പലത്തിലെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബൈ.